കല്ലടയാറ്റിലെ ജലവിതാനം താഴ്ന്ന് കുടിവെള്ള പദ്ധതികളിലേക്കുള്ള പമ്പിംഗ് മുടങ്ങുന്ന ഘട്ടം വരെ എത്തി. ഇതോടെ കല്ലടയാറ്റിലെ പേപ്പർ മിൽ ഭാഗത്തെ തടയണയുടെ ഉയരം കൂട്ടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പുനലൂർ നഗരസഭ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അഭിമുഖീകരിക്കുന്നത്. ജനം ഒരു പരിധിവരെ പിടിച്ചു നിൽക്കുന്നത് ടാങ്കർ ലോറികളിലെ കുടിവെള്ള വിതരണം ഏതാണ്ട് കുറ്റമറ്റ രീതിയിൽ നടക്കുന്നതിനാലാണ്. എന്നാൽ സ്ഥിതി ഇങ്ങനെ തുടർന്നാൽ ഈ താൽക്കാലിക കുടിവെള്ള വിതരണവും മുടങ്ങും. കുരിയോട്ടുമല കുടിവെള്ള പദ്ധതി, നഗരസഭാ കുടിവെള്ള പദ്ധതി, കുണ്ടറ ജലസേചന പദ്ധതി, ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്നീ ബൃഹത്തായ കുടിവെള്ള പദ്ധതികൾക്ക് വെള്ളം ശേഖരിക്കുന്നത് കല്ലടയാറിന്റെ മുക്കടവ് തടയണ മുതൽ തൊളിക്കോട് വരെയുള്ള 5 കിലോമീറ്റർ ദൂരത്തു നിന്നാണ്. ജലനിരപ്പ് നന്നേ താഴ്ന്നത് പമ്പിംഗ് മുടക്കുന്ന ഘട്ടം വരെ എത്തി നിൽക്കുകയാണ്. അതീവ ഗുരുതരമായ ഈ വിഷയം പുനലൂർ എംഎൽഎയുടെ സാന്നിധ്യത്തിൽ നഗരസഭാ അധികൃതർ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. താൽക്കാലികമായ പരിഹാരം മുക്കടവ് ഭാഗത്തെ തടയണയുടെ ഉയരം വർദ്ധിപ്പിച്ച് 3 അടിയെങ്കിലും ജലം ഉയർത്തുക എന്നതാണ്. ഇത് ജലവിഭവ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിച്ചതായി പുനലൂർ എംഎൽഎ പറഞ്ഞു. മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം ശനിയാഴ്ച പരിശോധിച്ചു. അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി പരിഗണിച്ച് ടെൻഡർ നടപടികൾ കൂടാതെ തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കുന്നതിന് ഇറിഗേഷൻ വകുപ്പ് തീരുമാനിച്ചതായും ഒരാഴ്ചയ്ക്കകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. നഗരസഭാ പ്രദേശം രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമത്തെ നേരിടുകയാണ്. ഈ കുടിവെള്ളക്ഷാമത്തിന് താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ടാങ്കർ ലോറികളിൽ വെള്ളം നിറയ്ക്കാൻ കഴിയാത്ത വണ്ണം പമ്പിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കാൻ പറ്റാത്ത നിലയിൽ കല്ലടയാറിലെ ജലവിതാനം താന്നിരിക്കുകയാണ്. അങ്ങനെ ജലവിതാനം താന്ന് പമ്പിംഗ് നിർത്തിവെക്കേണ്ട ഒരു സ്ഥിതി വന്നാൽ സ്വാഭാവികമായി ടാങ്കർ ലോറികളിൽ മാത്രമല്ല പൈപ്പിലും വെള്ളമെത്താത്ത സ്ഥിതി വരും. ഈ സാഹചര്യത്തിൽ കല്ലടയാറിന്റെ ജലവിതാനം ഉയർത്തുന്നതിന് വേണ്ടി മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് നഗരസഭ പ്രമേയ രൂപത്തിൽ ഫണ്ടും നടപടികളും ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ മേജർ ഇറിഗേഷൻ എഞ്ചിനീയർമാർ എംഎൽഎയുടെ സാന്നിധ്യത്തിൽ ഇന്ന് പുനലൂരിൽ വന്ന് ഈ തടയണ പേപ്പർ മില്ലിന് സമീപത്തുള്ള താഴെ കാണുന്ന തടയണ സന്ദർശിക്കുകയുണ്ടായി. ആ സന്ദർശനത്തെ തുടർന്ന് വളരെ അടിയന്തരമായി ഫണ്ട് അനുവദിച്ചുകൊണ്ട് ടെൻഡർ നടപടികൾ പോലും ഒഴിവാക്കിക്കൊണ്ട് തടയണ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനാവശ്യമായ നടപടികൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉണ്ടാകാൻ വേണ്ട സമ്മർദ്ദം നഗരസഭ പരമാവധി സമ്മർദ്ദം ചെലുത്തും. ആ നിലയിൽ ഒരാഴ്ചയ്ക്കകത്ത് തടയണ ഉയർത്തേണ്ടി വരും. അങ്ങനെ ഇവിടുത്തെ ജലവിതാനം ഉയരുന്നില്ലെങ്കിൽ ശുദ്ധജല വിതരണം തന്നെ നിലയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.